അന്റെ ശാപൊന്നും എനിക്ക് കേൾക്കില്ല. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. This is our last chance. ഞാനും എൻ്റെ മാതിരി ഇതിൽ വന്ന് പെട്ടതാണ്. ഇതൊന്ന് ഊരി പോകാൻ പറ്റണ്ടേ? നിന്റെ പെണ്ണുങ്ങളെ സ്വർണ്ണം എങ്ങനെയും ഇവിടെ തരും. അതൊന്നും എൻ്റെ അടുത്തല്ല. എൻ്റെ മുകളിൽ കുറേ സാറന്മാരുണ്ട്. നീ ഒന്നും പറയട്ടെ, ഇങ്ങോട്ട് പോ. അന്നെ സ്റ്റേജ് വന്നല്ല, അന്നെ എവിടെ കണ്ടാലും ഞാൻ കൈയടിക്കും. ഈ അല്ല എന്നെ കൈയടിക്കാൻ പഠിപ്പിച്ചേ. ഓരോ ഇത് കയ്യിന്ന് പോയിട്ടുണ്ട്. ജില്ല കാര്യം തുറന്നു പറഞ്ഞ സാറ് നിങ്ങൾ കരുതുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എനിക്കിതുമൊന്നും ഒന്നും കിട്ടിയില്ല. അതെ, എന്റെ തരികളൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. സോഷ്യൽ മീഡിയ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെല്ലാ പിക്കും ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. കാറിൽ പോകണം, വലിയ വലിയ മാളിൽ കൂടെ പോകണതൊക്കെ കാണാറുണ്ട്. പ്രകാശന്റെ വൈഫിന്റെ ഗോൾഡിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. ഞങ്ങൾ ഈ ബിസിനസ് നിർത്തുകയാണ്. ഇതിൻ്റെ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ സത്യം പറയണത്. ഇതാ കാണാണ് എൻ്റെ വീട്. അതെന്നെ ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലുള്ളത്. എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങളെന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ സത്യം പറയുള്ളൂ. പിന്നെ ഇക്കണ്ട ജനങ്ങളൊക്കെ പറ്റി ആരാണ് ഈ ക്യാഷെല്ലാം കൊണ്ടുപോയത്? പറ സാറേ, ആ കാറും ഫ്ലാറ്റൊന്നും എൻ്റെ അല്ല. അതൊക്കെ കമ്പനിയുടെ വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി അവരെടുത്ത് തരുന്നതാണ് റെൻറ്റിന്. ആ റെൻ്റ് തന്നെ കൊടുക്കാനായിട്ട് ആൾക്കാർ എൻ്റെ പിന്നാലെ നടക്കുക. ഉമ്മറെ, അന്നെ ഞാൻ ഒരുപാട് പ്രാഗിയുണ്ട്. ഇതും പുറത്തം വിട്ടുണ്ടല്ലേ സാറേ. ഉമ്മർ പറയുന്ന സത്യകാരം. ഇയാളെ മുകളിൽ ഒരുപാട് ലീഡർമാരുണ്ട്. ഇയാളെ മുകളിൽ അൻസാർ ബിപ്പിയാണ്. അത് സാറേ ഞാൻ മൊത്തം അന്വേഷിച്ചതാണ്. അയാളിപ്പം മാറഞ്ചേരി അങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവറാണ്. വല്ലാത്തൊരു കുഴഞ്ഞ കേസായത്. എങ്ങോട്ടോ അഭിജോ ഈ കേസിന്റെ പോക്ക്? അൻസാർ ബിപ്പിനെ എനിക്കറിയാം. അയാൾ എൻ്റെ നാട്ടുകാരനാണ്. അയാൾ എൻ്റെ നാട്ടിൽ കൂടെ ആകെ കടം വാങ്ങിച്ച് കിടക്കുക. നമ്മൾ ലീഡർ അൻസാറിൻ്റെ കാര്യം പറയണേ. ഓ ഇന്നേക്കാട്ടിലും പോയിട്ടുണ്ട്. നാട്ടുകാരവന് പ്രാന്താണെന്ന് അറിയണേ. ഇവരൊന്നും അല്ലെങ്കിൽ പിന്നെ ആരോടോ ഇതിന് പിന്നിൽ? ബിസിനസ്സിൽ നമ്മൾ കഴിച്ചില്ലാവെന്ന് വിചാരിച്ചാണ്ട് കുറേ ആളുകളെങ്ങനെ കൂട്ടാണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറേ ആളെങ്ങനെ ഇതിൽ ചേർക്കും, അവർ നിർത്തിപ്പോവും. പിന്നെ ഇതിക്കിങ്ങനെ ചേർക്കും, അവരും നിർത്തിപ്പോവും. നമ്മൾ വിചാരിക്കും ഇനി വരുന്ന ആളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന്. നമ്മൾ കുറേ കാത്തിരിക്കും. ഞാൻ തന്നെ കണ്ടില്ലേ 5 കൊല്ലം കാത്തിരുന്നു. പോലെ തന്നെ കഴിച്ചില്ലാവെന്ന് വിചാരിച്ചാണ്ട് 5 കൊല്ലം കാത്തിരുന്നതാണ് ഈ അൻസാർ ബി പി. അങ്ങനെ ആയിരിക്കില്ലേ അയാൾ ഇത്രയും വലിയ കടത്തിലായത്? അൻസാർ വിൽക്കുന്ന ആള് ഫുള്ള് കടത്തിലാണോ? അയാൾ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് സൂയിസൈഡിന് വരെ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ട് മാത്രം കടക്കാരനായതല്ല. അയാളെ ഈ ബിസിനസ്സിലുള്ളൊരു പെണ്ണ് കുറേ പൈസ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. അവളാണ് ചേട്ടക്കാരൻ ബിഷാന. ആ അതെ അതെ. ആര് എന്ത് എങ്ങനെ ആയാലും വേണ്ടിയില്ല, ബിഷാനക്ക് പൈസ ഉണ്ടായാൽ മതി. ഈ ചേട്ടക്കാരൻ ബിഷാന ഇത്രയും വലിയ തട്ടിപ്പുകാരിയാണോ? എങ്ങനെയാണ് അവിടെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ക്യാഷ് പറ്റിക്കുന്നത്? അല്ല ഹണി ട്രാപ്പ് ഉണ്ടോ? അൻസാർ ബീപ്പിനെ ചേട്ടക്കാരൻ ബിഷാന എന്ത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം സാറേ. സുരക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം. അവരെ ഒരു നാട്ടുകാരാണ്. നാട്ടുകാർ മാത്രമല്ല, 5 കൊല്ലം ഒരുമിച്ച് ബിസിനസ് ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ഞാനോ ഇങ്ങനെയായി. ഓനെങ്കിലും രക്ഷപ്പെടുന്ന ഞാൻ വിചാരിച്ച്. ഓൻ രക്ഷപ്പെടുന്നുള്ള നല്ല പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അവൻ രാവും പകലും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാൻ പറയാനൊക്കെ ആൾ നല്ല ഉഷാറായിരുന്നു. പക്ഷേ ആ പെണ്ണ് കൊളാക്കി. എന്താണ് അവൾ അവന് ചെയ്തത്? അത് പറ. അത് മുഴുവനായിട്ട് സുര പറയും. അയാൾ വീട് പണി എടുത്തതിന് കുറച്ച് പൈസ കടം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് 3 വർഷമായിട്ടുണ്ട്. നിലമ്പൂർ ഒരു കച്ചവടമായിട്ട് സമാധാനമായിട്ട് പോവുകയെന്ന് അയാൾ. ഈ സമയത്താണ് ചെമ്മരിയാട് കാസിത്തും പിഷാനയും പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് പിഷാനക്ക് കാര്യമായ ബിസിനസ്സൊന്നും നടക്കണില്ല. പോയിൻ്റൊന്നും കയറുന്നില്ല. RB റാങ്ക് കിട്ടാൻ വേണ്ടി മാല കൊണ്ടേ പണയം വെച്ച് പിഷാന. പോയിൻ്റൊന്നും കയറാതായപ്പോൾ ബാങ്കിൽ നിന്ന് വിളി വന്നു. ബാങ്കിലടക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിഷാന പരക്കം പായാൻ തുടങ്ങി. ഇതായിരുന്നു കുത്തുകരയിൽ യൂത്ത് കേരളയുടെ സെമി ഫൈനൽ നടക്കുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക് ഒത്തുകൂടാവുന്ന
ഷൺമുഖ ഇത് അവൾ തന്നെ കേട്ടോ. പിന്നെ പബ്ലിക്കാട്ടോ ശ്രദ്ധിക്കണം. കുത്തുകര കാർലോസിനും ചെട്ടിയാർ ഷൺമുഖനും വളയം വർഗീസിനും കിട്ടിയ പണി തിരിച്ചു കൊടുക്കാത്ത ഉറങ്ങാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. കാർലോസേ അതൊക്കെ ഒരു കാലം. ഇപ്പൊ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ടോ. വിടാൻ പറ്റുമോളെ? നമ്മളോളെ പറ്റിച്ചല്ല, ഓള് നമ്മളെ പറ്റിച്ചതാണ്. കുടിച്ചോളെ. ഓടിക്കോ! Unstable! System integrity compromised. This is our last chance. This is our last chance. എന്ത് സംഭവം? ആരതൊക്കെ? ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങള് വന്ന് തക്ക സമയത്താണ്. നേരത്തെ ഒറ്റയ്ക്ക് പോരുന്നേ? ഞാൻ ആരാ ഇവിടെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? നിങ്ങൾ ഇതിന് ചേർത്താണ് നിങ്ങൾ പോയതല്ലേ. ഈ സംഭവം ചേട്ടക്കാരൻ പിശാന ജോൺ കുര്യനോട് വിളിച്ചു പറഞ്ഞു. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, അതാണ് ജോൺ കുര്യൻ. അന്നാണ് ബിഷാനയോട് അൻസാറിൻ്റെ അടുത്തേക്ക് പോകാൻ ജോൺ കുര്യൻ പറയുന്നത്. ജോൺ കുര്യൻ പറഞ്ഞു, ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ടാണ് അൻസാർ ചെയ്യുന്നത്, അയാളെ കൂടെ നിന്ന് അയാളെ ഫുൾ ടൈം ആക്കണം. അപ്പോൾ ബിഷാനക്ക് ലീഡറില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഇതോടെ തീരും. വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ബിഷാന അത് സമ്മതിച്ചു. ഈ ഒരു അവസരം ബിശാന മുതലെടുത്തു. മറ്റുള്ള ലീഡർമാരെ ഒരുപാട് ബിശാന പറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെ അൻസാറും ബിശാനയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അൻസാറിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ബിഷാന ബാങ്കിൽ അടച്ചു. ഇതിലുള്ളവർക്കൊക്കെ നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ? അന്നിന്റെ മുതലെടുത്താൽ ഇങ്ങനെ ആവൂ. ബിശാനേൻ്റെ കാര്യങ്ങൾക്കെല്ലാം അൻസാറിൻ്റെ കയ്യിൽ നിന്നും ബിശാന കാശ് വാങ്ങാൻ തുടങ്ങി. പിന്നീട് ബിശാന കൊണ്ടുപോയ കാശിന് വേണ്ടി അൻസാർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. ക്യാഷിന് വേണ്ടി നിരന്തരം വിളിക്കാൻ തുടങ്ങി. ബിഷാന ഓൺലൈൻ മീറ്റിംഗ് നടത്തുമ്പോൾ വരെ അൻസാർ വിളിച്ചുകൊണ്ടിരുന്നു. ബിശാനയ്ക്കൊരു ശല്യമായി മാറി. അൻസാറിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മതത്തിലും പെടാത്ത ബ്ലാക്ക് മാജിക് ബാബുവിനെ കാണാൻ പോയി. താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരുമായിട്ട് സംശയങ്ങൾ തീർക്കാം. ഓഫ് ബിഷാന ചേട്ടക്കാരൻ. താങ്ക് യു. എത്ര നേരം ഞാൻ വിളിക്കണം? എന്താ എനിക്കൊന്ന് ഫോൺ എടുത്താ? എന്ത് വിളിയാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഞാനിവിടെ മീറ്റിംഗിലാണ്. മീറ്റിങ്ങിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട, പൈസ ഇങ്ങോട്ടയക്കാം. നിങ്ങളൊരു പൈസ അത് ഞാൻ തരാം. ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ഇവിടെ തീരണം. പിന്നെ എനിക്ക് വിളിക്കരുത്. കടയിൽ സ്റ്റോക്ക് പറ്റ കമ്മിയാണ്. ആ പൈസ അയച്ചു കൊടുത്താലേ സാധനം ഇങ്ങോട്ട് വരുള്ളൂ. നിങ്ങളുമായിട്ട് യാതൊരു ബന്ധം എനിക്കുണ്ടാവില്ല. സംഗീതം എനിക്ക് അധികമൊന്നും അറിയില്ല, വളരെ ഇഷ്ടമാണ്. അങ്ങനെ പാടിപ്പോകുന്നതാ. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചത്, എന്തെങ്കിലും ഫോൺ എടുക്കാത്ത? കുട്ടി, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഞാൻ ആകെ പ്രശ്നത്തിലാണ്, എന്തെങ്കിലും ചെയ്യണം. അൻസാറിനെ വശീകരിക്കാൻ നോക്കി, പാടിപ്പോയി അല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? അത് വിട്. നീ വിളിച്ചാൽ ബിസിനസ്സിന് നിന്റെ കൂടെ അവൻ വരുന്നുണ്ടോ? ബിസിനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വാങ്ങിയ പൈസ ചോദിച്ച് എന്നെ ചീത്ത പറയുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നല്ലതുപോലെ സംസാരിച്ച് കൂടെ ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ്, പക്ഷെ പൈസന്റെ കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് എന്നോട് ദേഷ്യപ്പെടും. അത് നമുക്ക് ശരിയാക്കാം. അവൻ നിന്റെ കൂടെ വരും, ഒരു അടിമയെ പോലെ. അവൻ അവന്റെ ടീമിനെയോ ഫാമിലിയോ നോക്കിയിട്ടില്ലെങ്കിലും പാടില്ല, അവൻ എന്റെ കൂടെ വേണം. അവന്റെ സമയവും സമ്പാദ്യവും മനസ്സും എല്ലാം നിന്റെ വലയത്തിനുള്ളിലാക്കി തരാം. അതുപോലെ അത് മതി. എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ ഉമ്മാക്കൊരു വീട് വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ്. എൻ്റെ ചെറുപ്പത്തിൽ കുളിക്കാൻ ഒരു സോപ്പ് പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ മരുന്ന് അവന്റെ വയറ്റിൽ എത്തിക്കണം.
ഇത് 3 തവണകളായിട്ട് കൊടുക്കണം. ഒന്നാമത്തത് മധുരത്തിൽ, പിന്നെ സാധാരണ ഇറച്ചിയിൽ ചേർത്ത് കൊടുക്കണം. മൂന്നാമത്തത് മുട്ടനാടിൻ്റെ ഇറച്ചിയിൽ ചേർത്ത് വേണം കൊടുക്കാൻ. ഈ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ ചേർത്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഇതാ പിടിച്ചോളൂ. ഇത് പൂർണ്ണമായി ചെയ്താൽ നിന്റെ വീട്ടിലെ നായെ പോലെ വാലാട്ടി നിന്റെ കൂടെ അവൻ ഓക്കെ, അത് മതി. ഞാൻ മാറഞ്ചേരി പശാനന്റെ ഡ്രീമിലേക്ക് കയറുന്നത് വരെ എനിക്ക് അവനെ വേണം. എല്ലാം കഴിഞ്ഞ് പിന്മാറുമ്പോൾ നീ സൂക്ഷിക്കണം. നിന്റെ സാമീപ്യമില്ലെങ്കിൽ അവൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചേക്കാം. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി തിരിഞ്ഞു നോക്കാതെ പോയിക്കോളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അതെങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യാം? കേട്ടോ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എനിക്ക്. ഇല്ല, ദേഷ്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ആണോ? ഞാൻ കടയിലുണ്ട് കേട്ടോ. ഞാൻ കടയിലേക്ക് വരാം. ദിലീപിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റിന്റെ പൈസ കിട്ടാറുണ്ട്. അത് കിട്ടിയിട്ട് നിങ്ങളുടെ പൈസ ഞാൻ തരാം. ദേഷ്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ദേഷ്യം കാട്ടിക്കണോ? ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സാധനം കൊടുക്കും. ഈ കൈവിഷം നിന്റെ വിധി, എന്റെ വിധി. ഇരുളിൽ പായസം കടർക്കി നമുക്ക് അരീക്കോട് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പോവാം. എങ്ങോട്ടും വരും. ഈ വിളിച്ച എൻ്റെ കൂടെ എങ്ങോട്ടും വരും. എങ്ങനെയുണ്ട് ഞാൻ കൊടുത്ത പ്ലാൻ? കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ക്രോസിങ് ഉറപ്പാണ്. നമുക്ക് പോവാം. എനിക്ക് ലൂണാർ കിട്ടണം. എന്നായിക്കോട്ടെ, പോവാം. ഇപ്പം അൻസാർ പഴയ പോലെ അല്ല. കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട, ബിസിനസ്സും വേണ്ട. വെറും ബിഷാന മാത്രം മതി. ഓൻ്റെ മനസ്സിലും മൈൻഡിലും ബിഷാന മാത്രമേ ഉള്ളൂ. ഈ അവസരം ബിഷാന നല്ലോണം മുതലെടുത്തു. 2 വർഷം കൊണ്ട് ബിഷാന അൻസാറിനെ വെച്ച് ബിസിനസ് വലുതാക്കി. എന്നാൽ ഈ സമയം അൻസാർ താഴോട്ട് പോയി. സ്റ്റോക്ക് ഇറക്കാതെ കട പൂട്ടേണ്ടി വന്നു. അൻസാറിൻ്റെ കയ്യിലുള്ള പണം മൊത്തമായിട്ട് തീർന്നു. ഇങ്ങനെ ഇറങ്ങാൻ പൈസ ഇല്ലായിട്ട് ബിഷാന പിന്നെ പൈസ ചോദിക്കേണ്ടി വന്നു. അൻസാർ ഓട്ടോയുടെ RC വെച്ച് പണം വാങ്ങേണ്ടി വന്നു. അൻസാർ കൂടെ നിന്ന് വർക്ക് ചെയ്തപ്പോൾ ടീം നല്ല നിലയിലെത്തി. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? ആ ആയിക്കോട്ടെ. പൊറാട്ട എന്തെങ്കിലും വാങ്ങിയാൽ മതി. ഞാൻ നല്ല മട്ടൻ കറി കൊടുത്തിട്ടുണ്ട്. ഈ കൈവിഷം നിന്റെ വിധി, എന്റെ വിധി. എൻ്റെ മട്ടൻ കറിൻ്റെ ഒരു എരു അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെൻ്റെ മുത്തല്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഇപ്പം എന്ത് സഹായത്തിനും ഉണ്ടാവും. നിങ്ങൾക്ക് പൈസ അർജന്റുണ്ടോ? ഇച്ചിരി പൈസ നീരാറെ വലുതിച്ചു. പൈസ എന്നല്ല വലുത്, എൻ്റെ മനസ്സിലേക്ക് മാത്രം. അൻസാർ കൂടെ നിന്ന് വർക്ക് ചെയ്തപ്പോൾ ടീം നല്ല നിലയിലെത്തി. ഈ സമയം ബിഷാനക്ക് നല്ല ഇൻകം വരാൻ തുടങ്ങി. എല്ലാ ജില്ലകളിലും പാർട്ണർമാരായി. എന്നാൽ അൻസാർ 1 രൂപക്ക് പോലും ഗതിയില്ലാത്തവനായി. VP അൻസാർ ആകെ പാപ്പരായെന്ന് ബിഷാന മനസ്സിലാക്കി. അൻസാർ പാപ്പരായപ്പോൾ ബിഷാന വേറെ ലീഡർ തേടിപ്പോയി. മാറഞ്ചേരിയിൽ മീറ്റിങ്ങിന് വന്ന ബിഷാന മാറി നിന്ന് ഫോൺ ചെയ്യണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് ഫസാനാൻ്റെ വീട്ടിലേക്ക് വരാ എന്നതേന്നു ഫോണിൽ പറയുന്നത്. ബിഷാന ഫസാനാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവരെ പിന്തുടർന്നു. അവർ പറയുന്നതെല്ലാം ഞാൻ അവിടെ ഒളിഞ്ഞിരുന്ന് കേട്ടു. പെട്ടെന്ന് ടീം മാറണമെന്നും അൻസാർ ബീബി പറ്റക്കടത്തിലായെന്നും ബിഷാന പറയണ കേട്ടു. അപ്പോൾ ഫസാന പറയാണ് അയാളെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ലാന്ന്. അയാളെ കാര്യം മാത്രം നോക്കി നടത്തുന്ന ഒരാളായിരുന്നു. അയാളെ ജെങ്ങനെ മാറ്റിയെടുത്തു.
അപ്പൊ ബിഷാനെ പറയണേ ഏതൊരാണുങ്ങളെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനും അതിൻ്റെ സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന്. അത് കേട്ടപ്പോളേ പശാനൊരു ചിറി. ഇന്നാലേ എൻ്റെ കയ്യിലുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടാന്ന് എനിക്കും കുറേ ആണുങ്ങളെ പാട്ടിലാക്കാണ്ടെന്ന്. അപ്പോൾ ബിഷാനെ ചോദിക്കുകയാണേ ഞാൻ ഓൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറേ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഓപ്പം എൻ്റെ ഫുള്ള് എൻ്റെ അടിമയാണ്. അപ്പോൾ ബഷാനെ പറയുകയാണേ എടീ നമ്മളെ ടീമിൻ്റെ മഹാസമ്മേളനം നടന്നന്നേ ഞാൻ ഓനെ കണ്ടീനി. എൻ്റെ കോട്ടും എൻ്റെ ബാഗൊക്കെ ഇങ്ങനെ പൊടിച്ചാണ്ടൊരു എൻ്റെ അടിമേൻ്റെ മാതിരി ഇങ്ങനെ എൻ്റെ മൂട്ട് കൂടെ ഇങ്ങനെ വരുന്നുണ്ടേനി. അത് കേട്ടപ്പോളേ ബിഷാനൊരു ചെറിയ അതാണ് ഇഞ്ച കൈവീത്. എന്നാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. പിന്നെ എനിക്ക് യൂണാർ ബസ് കിട്ടണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് എത്തുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അങ്ങനെയാണ് ബിഷാന സുനീറിൻ്റെ ടീമിലെത്തുന്നത്. അപ്പോൾ ബിഷാനോട് ചെന്നപ്പോൾ സുനീറിന് ചക്കരയും തേങ്ങയും കിട്ടിയ മാതിരിയായി. ചക്കര ഫഷാന അവിടെ ഉണ്ട്. അയക്ക് തേങ്ങയായിട്ടാണ് ബിഷാനെ ചെല്ലണത്. അൻസാർ വിളിച്ചാൽ പിന്നെ ബിഷാനെ ഫോൺ എടുക്കണില്ല. ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി. അൻസാറിൻ്റെ ഒരുപാട് ക്യാഷ് ബിഷാനൻ്റെ കയ്യിലായി. പിന്നെ അൻസാറിൻ്റെ അവസ്ഥ ജോലി ചെയ്യാതെ സ്വപ്നങ്ങൾ വിട്ടു കോടീശ്വരനാക്കും എന്ന് പറഞ്ഞു. നിറമുള്ള വാക്കുകൾ കൊണ്ട് കുടുക്കി എന്റെ വഴികളെല്ലാം മറച്ചു. വിശ്വാസം കൊണ്ട് ഞാൻ പെട്ടുപോയി, സത്യങ്ങൾ പിന്നിൽ മറഞ്ഞു പോയി. നിന്റെ വാക്കുകൾ വിഷം പോലെ എന്റെ ജീവിതം തകർത്തു പോയി. ഞാൻ ഇന്ന് ചതിയൻ എന്ന് വിളിക്കുന്നു. ലോകമെന്റെ കണ്ണീരാരും കാണുന്നില്ല. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേരൊരു നിഴലായി. ഒരിക്കൽ പോലും കുടുംബവും വീട്ടും നഷ്ടമായി. എനിക്കിപ്പോൾ എൻ്റെ പേരിൽ മാത്രം ബാക്കി. ഒരു നിഴൽ ചിരിച്ച മുഖങ്ങൾ മാറി നോക്കി. എന്നെ ആരും ഇനി വിശ്വസിക്കില്ല. നാളെ എന്നൊരു പ്രതീക്ഷ പോലും പോലും കുഴഞ്ഞു പോയി. നിന്നെ കണ്ട് ആ ദിനം മുതൽ എന്റെ വഴികൾ മുഴുവൻ മങ്ങിപ്പോയി. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേര് ഒറ്റയ്ക്ക് നിൽക്കുന്നു. കണ്ണീരിൽ തളർന്ന കൈകളോടെ പഴയതു തിരികെ വരില്ലെന്ന് എന്റെ ഉള്ളം പതുക്കെ പറഞ്ഞു. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേരെ ഒരു നിഴലായി. നീ തന്നത് ചതി മാത്രം ഇനി ഞാൻ തന്നെ സാക്ഷി. നീ തന്നത് ചതി മാത്രം എന്നിൽ ശേഷിച്ചത് ശൂന്യത മാത്രം.
അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ, നിങ്ങളൊന്നും മാറി നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രധാനപ്പെട്ട ഒരു കേസാണ്. സാറേ, ചേട്ടക്കാരൻ ബിസാനയെ ചോദ്യം ചെയ്താൽ നമുക്ക് എല്ലാ കാര്യം കിട്ടും. അത് പറ്റില്ല. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്താൽ ഇതൊരു ന്യൂസാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. നമുക്ക് വേണ്ടത് അവനെയാണ്. ബിസിനസ്സിൽ മാർക്ക് ആൻ്റണി എന്ന് വിളിക്കുന്ന സുനീർ മണപ്പുറത്തിനെ. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ജോൺ കുര്യനാണ്. അതെ സാറേ, ജോൺ കുര്യൻ തന്നെയാണ് എനിക്ക് സംശയം. രണ്ടിനും എൻ്റെ കൈ കെട്ടണം. ഓക്കെ സാർ. ഇന്നും അന്വേഷണം ചെയ്യാം. ഓക്കെ സാർ.